ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റിസപ്ഷൻ വ്ളോഗാണ് കാണാൻ വേണ്ടി പോണത്. അതായത് 11th മെയ് എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്നുള്ളതാണ്. കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതായത് ഫുൾ ഞാൻ വേറൊരു വീട്ടിൽ പോയിട്ട് അവിടെ പോയി ക്യാമറ എടുത്ത് പിടിച്ച് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്കൊരു മടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ. ഇതിൽ ആദ്യത്തെ ഇനീഷ്യൽ 3 ക്ലിപ്സ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെയും എൻ്റെ കസിൻസ് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ അത്രയും കഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പം ഈ ഒരു ഡ്രസ്സ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നീഡ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു റെഫറൻസ് പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിൽ. അതിൻ്റെ സെയിം ഈ ഒരു ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞപ്പോഴേ അതേപോലെ എനിക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് തന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾക്ക്. അതായത് എന്താ പറയുക, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ കല്യാണം റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഔട്ട്ഫിറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയും എൻ്റെ അടുത്ത് കസിൻസ് വോയിസ് ഓവർ കൊടുക്കാതെ നോർമലായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷേങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു എല്ലാ ക്ലിപ്പും കൂടെ ഞാൻ കൂട്ടി വെച്ചിട്ട് കേട്ടപ്പോഴേലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ മൂവി സോങ്സും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് 11ാം തീയതിത്തെ ഒരു മിനി വേർഷൻ എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ അതായത് രാവിലെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേലും വീട്ടിൽ നിന്ന് എല്ലാ ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സിലായിരുന്നു. മിനി ബസ്സാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 40-50 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും ആൾക്കാർ, അതായത് നമുക്ക് റിസപ്ഷനും അടുക്കള കാണൽ ചടങ്ങും രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. അടുക്കള കാണൽ ചടങ്ങാണല്ലോ നമ്മൾ പെണ്ണ് വീട്ടുകാർ നെക്സ്റ്റ് ഡേ ചെക്കൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നൊരു ചടങ്ങ്. ആ ഒരു വേർഷനും റിസപ്ഷനും രണ്ടും നമുക്ക് ഒരുമിച്ചായിരുന്നു. റിസപ്ഷൻ വൈകിട്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റേത് നമ്മൾ അടുക്കള കാണൽ അതിനേക്കാളും മുൻപായിരുന്നു. പക്ഷേ നേരം വഴുകി എത്തിയത് കൊണ്ട് രണ്ടും ഒരുമിച്ചായി. അപ്പോൾ അവർ രാവിലെ ഇറങ്ങിയെങ്കിലും ഭയങ്കര ട്രാഫിക്കും അതിനൊപ്പം തന്നെ നല്ല മഴയും. അത്രയും ദിവസം, അതായത് 10ാം തീയതി വരയ്ക്കും യാതൊരു മഴയുണ്ടായിരുന്നില്ല. 11ാം തീയതി അവർ പുറപ്പെട്ടപ്പം തന്നെ ഭയങ്കര മഴയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ അവർക്ക് വരുന്ന വഴി റോഡിൽ പണിയും കാര്യങ്ങളൊക്കെ നടക്കണതുകൊണ്ട് തന്നെ പല റോഡും മാറി മാറി വരേണ്ട വന്നു. അവർ വിചാരിച്ച പോലെ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് 1 മണി 2 മണിക്ക് നമ്മൾ അവരെ പ്രതീക്ഷിച്ചെങ്കിലും അവർ വന്നിട്ടുണ്ടായിരുന്നത് 4-5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അച്ചമ്മയും വന്നിട്ടുണ്ടായി. അച്ചമ്മ അല്ലാതെ എളാച്ചനും അച്ചമ്മയും ഒക്കെ വേറെ കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അച്ചമ്മയ്ക്ക് ഇത്ര ദൂരം ബസ്സിൽ വരാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും ഭയങ്കര സ്ലോ ആയിട്ട് നിർത്തിയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ എത്തി എവിടെയാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പറയണ പോലെ തന്നെയും വരുമ്പഴേലും ഒത്തിരി ലേറ്റായി. പിന്നെ ഗംഭീരമായിട്ടുള്ള നന്ദുവിൻ്റെ കുറേ പോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ അകത്തുള്ള കുറച്ച് ക്ലിപ്പ് ഞാൻ ഇട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർ തന്നെയാണ് മാക്സിമം വീഡിയോസൊക്കെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ ഫോണിലിങ്ങനെ ഫ്ലഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഹരിയുടെ കസിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ണൻ ചേട്ടൻ, അതേപോലെ തന്നെ കിച്ചുവേട്ടൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നന്ദുവും മേഘയൊക്കെ ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ വൈകാതെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കാണ് ഗൈസ്, ഫുൾ തിരക്കാണ്. ഓട്ടം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടം ഒക്കെ സെറ്റിലായി. എന്നാൽ പോലും അത്യാവശ്യം എനിക്ക് ചെയ്ത് തീർക്കാനുള്ള വർക്ക് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ പലതും ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇതുവരെയ്ക്കും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന മുൻപ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുൻപൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ ആയിരുന്നു കുറേയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാവകാശം. പിന്നെ വരുന്ന വഴി എൻ്റെ കയ്യിൽ നിന്ന് ഒരു SD കാർഡ് കറപ്റ്റായിപ്പോയി. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു ദിവസം ഉറങ്ങാതെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് കംപ്ലീറ്റും എവിടെ നിന്നില്ലാതെ കാണാതെ പോയി. അതിൻ്റെയൊക്കെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ പോയി ഉള്ളത് ഡാലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡെയിലി ബേസിസിൽ എനിക്ക് പല ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. ഇത് ലവ് മാരേജ് ആണോ, അറേഞ്ച്ഡ് മാരേജ് ആണോ, എന്താണ് വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെ പല രീതിയിലെ ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു Q&A പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വെരി സൂൺ എന്തായാലും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടൈമിലാവുമ്പോഴെങ്കിലും ചെയ്യാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ ഭയങ്കര ഈഗേർലി വെയിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ Q&A ചെയ്യാം. നമുക്ക് 5 ലക്ഷം ആയിക്കഴിഞ്ഞാൽ വേറെ വല്ലതും പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാനിങ് ഒന്നുമില്ല. എന്നാൽ പോലും ഞാൻ അപ്പോൾ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന Q&A ആണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ടൊരു Q&A സെക്ഷൻ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 10-ാം തീയതി എത്തുമ്പോഴേലും നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് 8, 9, 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഉറങ്ങാത്ത കുറേ ദിവസങ്ങളായിരുന്നു. എനിക്ക് വീഡിയോസ് എടുക്കാനുണ്ടായി. വൻ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തിരക്കായിരുന്നു. ഓൾറെഡി നിങ്ങൾ മുൻപ് കണ്ടിട്ടായിരുന്ന പല വീഡിയോസും ഷോർട്സിലുള്ളതൊക്കെ ഞാൻ മെയിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ ഉറങ്ങാതെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസാണ് പലതും. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, കല്യാണത്തിനിടയിലും വീഡിയോസ് ഇടാൻ മറന്നില്ലല്ലോ. വീഡിയോസൊക്കെ മുൻപേ എടുത്ത് വെച്ചിട്ട് ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, എല്ലാം സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിന് എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. 10, 12, 13 കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. അപ്പോഴും സ്റ്റോക്കൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരെയ്ക്കും ഞാൻ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ ടൈമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പണി കിട്ടി. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ മാരേജ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വടകര വന്നിട്ട് ചെയ്തിട്ട് അന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് ബൈക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ തൊട്ടിട്ട് നമ്മൾ ഒരു വൈകുന്നേരം വരയ്ക്കും ഫുൾ ഓട്ടവും കഥയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാണ്ട് അപ്പോൾ തൊട്ടിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 5 o'clock വരയ്ക്കും ഞാൻ കംപ്ലീറ്റ് നിന്ന് ഞാൻ ഒത്തിരി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതും ഞാൻ ഇതേപോലെ റിവ്യൂവിന് മീഷോന്ന് വാങ്ങിച്ചതും അതല്ലാതെ പല അങ്ങനെ കുട്ടിയായിട്ട് ഞാൻ പലതായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് ഇച്ചിരി ലേറ്റായിട്ട് വരാനും അങ്ങനെ ഇങ്ങനെ ഒക്കെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് ബണ്ടിലായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫുൾ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് SD കാർഡ് കറപ്റ്റായിപ്പോയി. അതിപ്പോൾ എങ്ങനെ കിട്ടും, എന്ത് ചെയ്താൽ കിട്ടുമെന്ന് അറിയാതെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ഷോർട്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അതാണ്. ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ഔട്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ റിക്കവർ ചെയ്തെടുക്കും, കാര്യം ഓൾമോസ്റ്റ് ഞാൻ ഉറങ്ങാതെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസാണ്. അപ്പോൾ തിരിച്ചത് റീഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എപ്പോൾ പോയിട്ട് എപ്പോൾ എടുക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സപ്പോസ് നമുക്ക് പല വീഡിയോസും നമ്മുടെ ഇനീഷ്യൽ റിയാക്ഷനും ഞാൻ അൺബോക്സിങ് അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് മീഷോടൊക്കെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, കാവ്യ, മേഘ, നന്ദു, പിന്നെ ഇതെൻ്റെ അമ്മായി, ഷൈനി അമ്മായി, അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളെല്ലാ സൈഡിൽ നിന്നും, അതായത് 2 സൈഡിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ എൻ്റെ അച്ഛമ്മ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ആൾക്കാരും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. കാര്യം എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛമ്മ എളാച്ചനൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്നുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് വൻ കോമഡി ആയിരുന്നു. ഗൂഗിൾ മാപ്പ് എവിടെയൊക്കെയോ കൊണ്ടുപോയി ഏതൊക്കെയോ റൂട്ടിലൊക്കെ കറക്കിയിട്ടായിരുന്നു അവരെ കൊണ്ടുവന്ന് ചങ്ങാടം അങ്ങനെ എന്തോ പറയില്ല, എനിക്കറിയത്തില്ല. അതിനകത്തൊക്കെ കേട്ടിട്ടാണ് അവസാനം അവർ വന്നിട്ടുണ്ടായിരുന്നത്. അത് വൻ കോമഡി കഥയാണ്. ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കിയിട്ട് ഇപ്പോൾ എവിടെയും പോകാത്തതായിരിക്കും, മറ്റേ അറിയാത്ത വഴി ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം ബാക്കി എല്ലാവരും പൊക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ ഹരീശ്രീയും എൻ്റെ കുറച്ച് കസിൻസും ഓൾമോസ്റ്റ് 12 ആൾക്കാർ നമ്മളവിടെ നിപ്പിച്ചിട്ടുണ്ടായി. നെക്സ്റ്റ് ഡേ എന്തായാലും ഞങ്ങൾ വടകര പോവാണ്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റിയില്ല. അവരെല്ലാവരും അന്ന് അവിടെ താമസിച്ച് നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായി. ബൈ കാറായിരുന്നു. കാറിലെല്ലാ ആൾക്കാരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റത്തില്ല, 12 ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ ബൈ ട്രെയിൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേലും ഇറങ്ങിയിട്ട് ഏകദേശം ഞങ്ങൾ എത്തുന്ന സിമിലർ ആയിട്ടുള്ള ഒരു 10-15 മിനിറ്റ് അവർ നേരത്തെ ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത്രയും ലോങ് ഒക്കെ പോകുമ്പോഴേലും കാറിനേക്കാളൊക്കെ അടിപൊളി ട്രെയിനിൽ പോകുന്നതാണ്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് വടകരക്ക് നിർത്തുവാണെങ്കിൽ അതിഗംഭീരമായിരിക്കും. ഒട്ടും പേടിക്കാനില്ല, പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ എന്തായാലും ഇതായിരുന്നു നമ്മുടെ റിസപ്ഷൻ വ്ളോഗ്. അറിയാം ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എൻ്റെ കയ്യിലൊരു ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നെക്സ്റ്റ് എന്തൊക്കെ ടോപ്പിക്ക് ഞാൻ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്തതായിരിക്കും. സോ എന്തായാലും നമ്മളുടെ ലാസ്റ്റ് ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ, കല്യാണ വ്ളോഗ്, അതേപോലെ തന്നെ റിസപ്ഷൻ അല്ല വെഡ്ഡിങ്, ഈ വ്ളോഗൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ലിങ്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ബൈ.